സമദൂരം വിടാതെയാണ് വോട്ടെടുപ്പ് ദിവസത്തെ സുകുമാരൻ നായരുടെ പ്രതികരണം. ആരെങ്കിലും വരണമെന്നോ വരേണ്ടെന്നോ പറയുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആര് വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനോടുള്ള നിലപാടും അദ്ദേഹം മയപ്പെടുത്തുകയുണ്ടായി. സുകുമാരൻ നായർ സമദൂരം എന്നുള്ള രാഷ്ട്രീയ വാദം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സാജു, സുകുമാരൻ നായർ സമദൂരം എന്ന് പറയുമ്പോഴും അല്പം ചായ്വ് എങ്ങോട്ടെങ്കിലും ഉണ്ടോ? ഈ പെരുന്നല പോപ്പ് ഇത്തവണ UDF-നെ രക്ഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. 2021 തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. വോട്ട് ചെയ്ത ശേഷം സുകുമാരൻ നായർ പറഞ്ഞ വാചകം UDF അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകത്തിൻ്റെ ആകത്തുക. അതോടുകൂടി പിന്നെ വോട്ട് ചെയ്യാമെന്ന ജനങ്ങളൊക്കെ എവിടെയാണ് കുത്തിയത് എന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് സാജു അദ്ദേഹം ഇത്തവണ സ്വയം രക്ഷിച്ചു എന്നല്ലേ കുറച്ചു ശരി പറഞ്ഞ കാര്യത്തിൽ റിസ്ക് ഇല്ലാതെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം റിസ്ക് ഇല്ലാതെ പറഞ്ഞു. പക്ഷേ UDF-നും അത് കുറച്ചൊക്കെ ഗുണകരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെ വോട്ട് കൂടി. ഞാനൊരു മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. വട്ടിയൂർക്കാവിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവും. അതായത് K. മുരളീധരൻ വടകരയ്ക്ക് പോയതിനു ശേഷം P.K. പ്രശാന്ത് ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. P.K. പ്രശാന്തിനല്ല, അന്ന് കോൺഗ്രസ് മത്സരിപ്പിച്ച മോഹൻകുമാറിനായിരുന്നു ഇതുപോലെ സുകുമാരൻ നായരുടെ പിന്തുണ. കുടുംബയോഗം സംഘടിപ്പിച്ചു, അതൊക്കെ സംഘടിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്നറിയാമല്ലോ. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സമുദായമുള്ള മണ്ഡലത്തിലെ ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മോഹൻകുമാർ അങ്ങ് തോറ്റു, നൈസായി തോറ്റു എന്നുള്ളതായിരിക്കും. പിന്നെ ഈ വഴിക്ക് കാണാതെ അദ്ദേഹത്തിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പം ഏതായാലും അദ്ദേഹത്തിന് ഇത്തവണ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താതിരുന്നത് രണ്ട് മുന്നണിക്കും ഏതെങ്കിലും മുന്നണിയെ അദ്ദേഹം കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇത്തവണത്തെ സമദൂരം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവരുടെ പ്രഖ്യാപന നിലപാട്. അതിൽ നിൽക്കുകയാണ്. അല്ലെ, അതിൽ നിന്ന് അദ്ദേഹം ഒരു മാറ്റവും വരുത്താതെ തന്നെ ഇത്തവണ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതൊരു ട്രെൻഡ് കൂടി മനസ്സിലാക്കിയിട്ടാണോ ഇത്തവണ പറഞ്ഞത്? കഴിഞ്ഞ തവണ ട്രെൻഡ് മനസ്സിലാക്കാതെ പോയതിൻ്റെ ഒരു പവഭാരമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടാണോ എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും മനസ്സിലാക്കുന്നതല്ല ട്രെൻഡ് എന്നുള്ളതാണ് ശരി. സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തി അത് വിജയത്തിലേക്ക് എത്തിക്കാനൊന്നും കഴിയുന്നില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം നേരത്തെ മുതൽ തന്നെ ആർക്കൊപ്പമാണ്? പിണറായി വിജയനൊപ്പമാണ്. എനിക്കിപ്പോഴും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യത്തിലാണ് ഉണ്ടായത്. അത് V.D. സതീശന്റെ കാര്യത്തിലാണ് അദ്ദേഹം ചേഞ്ച് ഉണ്ടായത്. നേരത്തെ ആണെങ്കിൽ V.D. സതീശനെ വായിൽ കൊള്ളാത്ത നല്ല ഒന്നാന്തര അസഭ്യം പറഞ്ഞു തന്നെയായിരിക്കും അദ്ദേഹം വിശേഷിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഭയം വന്നിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. സുകുമാരൻ നായരെ പോലെ ചില കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും ട്രെൻഡിനെ ഭയപ്പെടുന്നുണ്ടോ, എന്താണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിനും മനസ്സിലാകാതിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തും അദ്ദേഹത്തിന് ഏതായാലും പിണറായി വിജയനെ തള്ളിക്കളയാൻ കഴിയില്ല. ഇത്രയൊക്കെ വർഗീയത പറഞ്ഞിട്ടും ഇത്രയൊക്കെ സമുദായ വിദ്വേഷം പറഞ്ഞിട്ടും പിണറായി വിജയൻ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനെ ചേർത്ത് പിടിച്ചതായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ഘട്ടം വരെ കണ്ടത്. മാത്രമല്ല കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹം വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് ദിവസവും ഏതായാലും കളഞ്ഞിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ് വസ്തുത. എനിക്ക് തോന്നുന്നത് ഈ NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ NSS ജനറൽ സെക്രട്ടറി ലെഫ്റ്റുമായി ഒരു അടുപ്പത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നത് വ്യക്തമാണ്. അതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്നാൽ ആ കാര്യം അദ്ദേഹത്തിന് ഒരു സന്ദേശ രൂപത്തിൽ സമുദായാംഗങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. കാരണം ആ ഒരു അടുപ്പമോ അവരുമായി ഉണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ സമുദായത്തിനൊരു സന്ദേശമോ നിർദ്ദേശമോ കൊടുത്താൽ അത് ആ നിലയ്ക്ക് പ്രവർത്തിക്കണമെന്നില്ല. കഴിഞ്ഞ തവണത്തെ വാചക ഓർമ്മയുണ്ടല്ലോ, ജനങ്ങൾ സെക്യുലറിസം, ഡെമോക്രസി, സാമൂഹിക നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നവരെയും ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നവരെയും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. LDF സർക്കാർ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല വിഷയത്തിലെ ജനങ്ങളുടെ പ്രതിഷേധവും എതിർപ്പും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിവിടെ പ്രകടമാകാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവിച്ചില്ല. പിണറായി വിജയൻ 2.0 വരികയാണ് ഉണ്ടായത്. അപ്പോൾ സ്വന്തം ഒരു നേതാവ് എന്ന നിലയ്ക്ക്, നേതൃത്വം എന്ന നിലയ്ക്ക് എടുക്കുന്ന പൊസിഷൻ ഒരു സന്ദേശമായി സമുദായ അംഗങ്ങൾ കൊടുത്താൽ അത് അങ്ങനെ പ്രവർത്തിക്കപ്പെടണം, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്നില്ല എന്നറിയാവുന്ന അദ്ദേഹം റിസ്ക് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം BJPയുടെ ഒരു ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് SNDP NSS സഖ്യം ഉണ്ടാക്കാമെന്നൊരു സാധനം വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം വിഡ്രോ ചെയ്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. എന്താണ് ഒരു മൂഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത് SNDP യോഗത്തിൻ്റെ കാര്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇന്ന് പറഞ്ഞത് പിണറായി വിജയൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ്. മിനിഞ്ഞാന്നൊരു അദ്ദേഹം പറഞ്ഞുകൊടുത്തത് പിണറായി വിജയൻ വരും എന്നാണ്. UDF ഒരിക്കലും വരാൻ പോകുന്നില്ല, അവർ കച്ചി തൊടാൻ പോകുന്നില്ല. വൻ പരാജയം. V.D. സതീശൻ്റെ നേതൃത്വത്തിൽ എന്തും മലമറിക്കാനെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന മനുഷ്യൻ ഇന്നിപ്പോൾ ജയിച്ചാൽ V.D. സതീശന് മുഖ്യമന്ത്രിയാവാം,
വി ഡി സതീശനല്ല മറ്റൊരു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു. അദ്ദേഹം തിരുത്തിയും പറയും. അങ്ങനെ നിലപാടുകളുടെ കാര്യത്തിൽ എത്ര നിലപാട് വേണമെങ്കിലും എടുക്കാൻ ഒരു മടിയുമില്ലാത്ത അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മുതലാളിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ് അദ്ദേഹത്തിനും ചില സൂചനകൾ കിട്ടുന്നുണ്ടോ എന്ന് സംശയം ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും രണ്ട് സമുദായ നേതാക്കൾ പഴയതുപോലെ എന്താണ് അത്ര ഒരു അഗ്രസീവ് ആൻഡ് അഡമൻ പൊസിഷനിൽ നിൽക്കുന്നതല്ല കാണുന്നത് എന്നതും കേരളത്തിൻ്റെ ഒരു പൊതുവായ മൂടുവായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജിംസ്, ഇപ്പം UDF അധികാരത്തിൽ വരുന്നു, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമെന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സമുദായ സംഘടനകളുടെയും അവരോടുള്ള നിലപാട് എന്തായിരിക്കാനാണ് സാധ്യത? കേരളത്തിൽ LDFന്റെയും UDFന്റെയും സാമുദായിക സംഘടനകളുടെ നിലപാടിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ LDF എപ്പോഴും എന്താണ് ചെയ്യുക, അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി അവരെപ്പോഴും ആ സമുദായാംഗങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുക, നയസമീപനങ്ങൾ സ്വീകരിക്കുക. അതാണ് LDF ചെയ്യുന്ന രീതി. UDF അങ്ങനെയല്ല. UDF എന്താ ചെയ്യുക വെച്ചാൽ ഈ സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുക, പോയി വണങ്ങുക. NSSന് 5 ഏക്കർ, SNDPക്ക് 25 ഏക്കർ. അങ്ങനെ അതാർക്കാ കിട്ടുന്നത്? സമുദായ നേതാക്കൾക്കാണ് അതിൻ്റെ ഗുണം, സമുദായ അംഗങ്ങൾക്കല്ല. LDF എന്താ ചെയ്യുക വെച്ചാൽ സമുദായ അംഗങ്ങളെയാണ് പ്രീണിപ്പിക്കുക. രണ്ടും പ്രീണനമാണ്. പ്രീണനമെന്നോ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവർ ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഒരു NSSകാരൻ്റെയും എന്താണ് അരമനയിൽ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം പെരുന്നയിൽ പോയിട്ടില്ല. പെരുന്നയിൽ പോയില്ല എന്നുള്ളത് ശരി. പക്ഷേ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം സുകുമാരൻ നായരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മന്ത്രി VN വാസവനാണ് അതിന് ഇടനില നിന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടപ്പാക്കുന്ന നയങ്ങൾ എന്താണ്? കേരളത്തിൽ ആദ്യമായി മുന്നാക്ക സംവരണം നടപ്പാക്കുക മാത്രമല്ല, ദേവസ്വം ബോർഡിൽ മുന്നാക്ക സംവരണം നടപ്പാക്കുക മാത്രമല്ല, അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ BJP വെല്ലുവിളിച്ചു, ഞങ്ങളത് നടപ്പാക്കിയിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടപ്പാക്കൂ. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ജാതി സംവരണം എന്ന ആശയത്തിന് കടക്കിൽ കത്തിവയ്ക്കുകയാണ്. മാത്രമല്ല ഞങ്ങളിവിടെ കാണിച്ചു തരുന്നു, മോഡൽ കാണിച്ചു തരുന്നു, വേണമെങ്കിൽ ധൈര്യമായിട്ട് നടപ്പാക്കുക എന്ന് BJPയോട് പറയുന്നു. അതുണ്ടാക്കിയൊരു അപകടം, പാർട്ടിക്ക് മുന്നണിക്കുണ്ടാക്കിയ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പട്ടികജാതി വിഭാഗങ്ങൾ ഒരു 80% പേരും LDF വോട്ടർമാരാണ്. അത് ഏറെക്കുറെ കൊഴിഞ്ഞുപോയി. അതേസമയം LDFനുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നായർ വിഭാഗത്തിലെ കുറേ അധികം വോട്ടുകൾ LDFിലേക്ക് വന്നു. അതൊക്കെ തുടർഭരണത്തിന് കാരണമായിട്ടുണ്ട്. SNDPയെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. SNDPയിൽ എങ്ങനെയാണ്? SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ആ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതല്ല, ആ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ളൊരു നേതാവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? SNDPക്ക് ഗുണകരമാവുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു. നവോത്ഥാന സമിതിയുടെ നേതാവായിട്ട് വെള്ളാപ്പള്ളി നടേശനെ വയ്ക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ NSSനോടുള്ള സമീപനത്തിൽ, വെള്ളാപ്പള്ളിയോടുള്ള സമീപനത്തിൽ തന്നെ ഇതിൽ ചെറിയ വൈരുദ്ധ്യം കൂടിയുണ്ട്. ഈഴവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ സവിശേഷമായ എന്തെങ്കിലും ഒന്നാം പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചെയ്തോ? ഇല്ല. അപ്പോൾ മുന്നോക്ക സംവരണത്തിൻ്റെ ഏറ്റവും ആദ്യം തിരിച്ചടി കിട്ടുന്ന ഒരു വിഭാഗം ഈഴവരാണ്. പക്ഷേ ഈഴവർക്കിടയിൽ നിന്ന് അങ്ങനെ കാര്യമായ പ്രതിഷേധം അതിനെതിരെ ഉയർന്നതല്ല. കേരള കൗമുദിയിൽ ഒന്നിൽ ലേഖനം വന്നു എന്നല്ലാതെ, വെള്ളാപ്പള്ളി നടേശൻ തന്നെ യോഗനാഥത്തിൽ ചില ലേഖനം എഴുതിയല്ലാതെ ഈഴവ സമുദായം തന്നെ ആ പ്രശ്നം വിട്ടു. സംവരണം ഒരു പ്രശ്നമല്ലാതാക്കി മാറ്റി ഈഴവ സമുദായത്തിൻ്റെ. അപ്പോൾ അത് പ്രശ്നമല്ലാതാക്കി മാറിയത് എങ്ങനെയാണ്? എന്നിട്ട് മുഴുവൻ ഈഴവ സംഘടനകളും ഇത് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇനി സംവരണം വേണ്ടെന്ന് പറയല്ല ചെയ്തത്. അത് പിണറായി വിജയൻ്റെ വലിയൊരു ഗെയിമായിരുന്നു. ഒരേ സമയം വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുകയും സംവരണ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വാടപ്പിക്കുകയും ആ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്തു. ഒരേ സമയം NSSനെയും SNDPയെയും ഇരു കൈകളിലും വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഈ 2 ടേം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു UDF സർക്കാരാണ്. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നത് പോലുള്ള സാമുദായിക നേതൃപ്രകടനമാണോ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. വി ഡി സതീശൻ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ വി ഡി സതീശനാണ് വരുന്നതെങ്കിൽ, അതേസമയം രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു പക്ഷേ ആ അർത്ഥത്തിലുണ്ടാകും. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നറിയുന്നത് വരെയുള്ള ഒരു ടാക്റ്റിക്കൽ മൗനമാണ് NSSും SNDPയും ഇപ്പോൾ നടത്തുന്നത്. ആ മയപ്പെടുത്തുന്നത്, ഇപ്പോൾ ചെന്നിത്തല വരുമ്പോഴുള്ള സമീപനമായിരിക്കില്ല SNDPക്കും NSSനും വെള്ളാപ്പള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന സമീപനം എന്നുള്ളതാണ്. ക്ഷമിക്കണം, വി ഡി സതീശൻ വരുമ്പോൾ ഉണ്ടാകുന്ന സമീപനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രി, UDFന് ഭൂരിപക്ഷം കിട്ടുന്നു എന്നിരിക്കട്ടെ, ഒരു ചോദ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ആ സമയത്ത്, UDFന് വേണ്ടി നമുക്കറിയാം എല്ലാ കാലത്തും സമുദായ സംഘടനകൾക്ക് സ്വാധീനം ചെലുത്താനൊക്കെ കഴിയും എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെതിരെ ഈ നിലപാട് മാറ്റി രംഗത്ത് വരുമെന്നാണോ ജിംസ് കരുതുന്നത്? നിലപാട് മാറ്റുന്നല്ലോ, ചിലപ്പോൾ ഒരു അനുനയത്തിൻ്റെ നീക്കം അദ്ദേഹം നടത്തിയേക്കാം. കാരണം യുദ്ധം ചെയ്തു പോയതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മൈക്രോ ഫിനാൻസ് കൊണ്ട് കേസ് അവിടെ ഇരിക്കുകയാണ്.
ആ കേസ് കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഭരിച്ച 10 വർഷം അതിൽ എന്ത് നടന്നു എന്നുള്ളതല്ല. അല്ല, ഇനി ഇത് പറ്റുമോ? അതായത് കോൺഗ്രസിനകത്ത് ഒരു സമുദായ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഫോഴ്സ് ചെയ്യാണ്. അങ്ങനല്ല, സതീശൻ പാടില്ല മുഖ്യമന്ത്രിയായിട്ട്, ഒരു മറ്റൊരു നേതാവ്. അതിനും സാധ്യതയുണ്ട്, അതിനും കോൺഗ്രസ് വഴങ്ങാം. അതിനും സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ് SNDPയുടെ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം SNDPക്ക് അത്ര പ്രാതിനിധ്യം MLA-മാർക്ക് ഇല്ല ഈഴവ സമുദായത്തിനുള്ള എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത്രയും പ്രാതിനിധ്യം ഇല്ല. കൂടിപ്പോയ ഒരു 10-14 പേര് മത്സരിച്ചിട്ടുണ്ടാവും, അത്ര പേര് ജയിക്കുന്നുണ്ടാവും എന്ന് തന്നെ സംശയമാണ്. പക്ഷേ ഈ സമുദായങ്ങളെയൊക്കെ ഒപ്പം നിർത്താതെ കോൺഗ്രസിന് വിശാലമായ അർത്ഥത്തിൽ ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ ഒരു ഗെയിം പ്ലാനാണ് ആക്ച്വലി VD സതീശൻ കൊണ്ടുവന്ന പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമുദായ നേതൃത്വത്തെ അല്ല കൂടെ നിർത്തേണ്ടത്, സമുദായങ്ങൾ, മൈക്രോ കമ്മ്യൂണിറ്റികളെ, അതായത് വലിയ ഗ്രാൻഡ് കമ്മ്യൂണിറ്റികൾ എന്നതിലുപരി ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള മൈക്രോ കമ്മ്യൂണിറ്റികളെ കൂടെ നിർത്തുക. അങ്ങനെ ഒരു തന്ത്രമാണ് VD സതീശൻ സ്വീകരിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെന്തക്കോസ്ത് സഭകൾ കേരളത്തിൽ 1000-കണക്കിനുണ്ട്. അതിൽ ചിലപ്പോൾ 1000-2000 ഒക്കെയാണ് അംഗങ്ങളുണ്ടാവും. പെന്തക്കോസ്ത് സഭകളുടെ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുകയാണ് സതീശൻ. അതിൻ്റെ വെച്ചാൽ അതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. ആ 2000 വോട്ട് നമുക്ക് വേണം. അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളെ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു സാമൂഹിക മുന്നണിയായിരുന്നു UDF എന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. അതൊക്കെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ സാമുദായിക പ്രീണനം നടത്തുന്ന ഒരാളായിരിക്കില്ല സതീശൻ. പകരം ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ കാണുക, LDF ചെയ്യുന്നത് പോലെ കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള നയങ്ങളായിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അത് വന്നാലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഫലം വന്നാലാണ് പറഞ്ഞിട്ട് കാര്യം. ആണെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതായത് വേറെ സാഹചര്യം കൂടില്ലേ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയുള്ള വെള്ളാപ്പള്ളി നടേശൻ അല്ലല്ലോ. വളരെ ഓപ്പണായി വർഗീയത പറഞ്ഞ, വിദ്വേഷം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണോ? അപ്പം ഇപ്പുറത്ത് UDF ആണ് അധികാരത്തിൽ വന്നെങ്കിൽ എന്ന സാധ്യത തന്നെയാണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്. അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷിയുണ്ട്. മുസ്ലിം ലീഗിനെ വളരെ ശക്തമായ ഭാഷയിൽ വിദ്വേഷ പരാമർശം നടത്തുകയും ചെയ്ത വെള്ളാപ്പള്ളിയെ ഇനി എങ്ങനെ പരിഗണിക്കും UDF? ഏത് രീതിയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും? UDF-നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെള്ളാപ്പള്ളി നടേശൻ വൻതോതിൽ വർഗീയത പറഞ്ഞു. നമ്മളെല്ലാവരും ചോദിച്ചു മുഖ്യമന്ത്രിയോട് CPIM-ന്റെ നിലപാടെന്താണ്, സർക്കാരിൻ്റെ നിലപാടെന്താണ്. MV ഗോവിന്ദനോട് ചോദിച്ചു. നിങ്ങൾ കോൺഗ്രസോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഞാനാണെങ്കിൽ എൻ്റെ കാറിൽ കയറ്റില്ല, നമ്മൾ വേണമെന്നൊരു വാക്ക് പറഞ്ഞു സതീശൻ. രമേശ് ചെന്നിത്തലയോട് ഞാൻ ഇന്റർവ്യൂവിൽ ആവർത്തിച്ച് ചോദിച്ചല്ലോ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. വെള്ളാപ്പള്ളി നടേശൻ നല്ല കക്ഷിയാണെന്ന് അവർക്ക് അഭിപ്രായം. നിങ്ങൾ KC വേണുഗോപാലോട് ചോദിക്കുക. ഈ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ലിസ്റ്റിലുള്ളവരാണല്ലോ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പ്രധാനപ്പെട്ട നേതാക്കൾ. അവരാരെങ്കിലും പറയട്ടെ ഈ വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷത്തിന്റെ വിഷവാഹകനാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞു? അവർക്കില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. രണ്ടുപേരും മത്സരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആണെങ്കിലും നിങ്ങളത് സണ്ണി ജോസഫിന് ചോദിക്കുക. പേരാവൂരി മത്സരിക്കുന്ന സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ചോദിച്ചു നോക്ക്. അവർക്ക് അഭിപ്രായം ഇല്ലല്ലോ. അവരങ്ങനെ കർശനമായ നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സോഷ്യൽ ഓഡിറ്റ് ഉള്ളതുകൊണ്ടും ഭരിക്കുന്ന പാർട്ടി അവരായതുകൊണ്ടും കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അത് നാം ഉറക്കെ കേട്ടു. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിനും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇത്തരം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വൃത്തികേടാണ്, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, യുവ നേതാക്കളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൃത്താലയിൽ മത്സരിക്കുന്ന VT ബൽറാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെല്ലാത്തിനെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ട് വിളിച്ചതുകൊണ്ടേ മറുഭാഗത്തുനിന്നും ചോദ്യങ്ങളുണ്ടായി. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരവും തൃപ്തികരമായ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചത് CPM മാത്രമാണെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയാത്ത ആളാണ് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന രമേശ് ചെന്നിത്തലയാണ് വളരെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ കാറിൽ കയറ്റുമെന്നല്ല അഭിമുഖത്തിലും പറഞ്ഞത്. കാറിൽ കയറ്റില്ല, അത് കയറ്റുന്നത് തെറ്റായ സന്ദേശം കൊടുക്കുമെന്ന് VD സതീശൻ പ്രസംഗിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറയുകയാണ് ഞാൻ എൻ്റെ കാറിൽ കയറ്റും. എല്ലാ സമുദായ നേതാക്കളുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു കീ പോസ്റ്റിലേക്ക് വന്നു കരുതിക്കും. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയെ വിളിച്ചിരുത്താനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണിച്ചുകുളങ്ങലിലെ വീട്ടിൽ പോയി വണങ്ങാനൊന്നും ഒരു മടിയുണ്ടാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് എവിടെയെങ്കിലും കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ എവിടെയെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞ വംശീയതയെ പിന്തുണച്ച ഈ ഭരണകൂടത്തെ പുറത്താക്കണം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി മനസ്സിലാക്കുന്നു. പക്ഷെ അതുകൊണ്ട് കോൺഗ്രസ് നേരത്തെ എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് മാറിക്കളയുക. കോൺഗ്രസിന് ഇപ്പോഴും ഒരു നിലപാടാണ്. അത് MV ഗോവിന്ദൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല പറഞ്ഞതല്ല, ഒരേ ടോണിലുള്ള വർത്താനാണ്. അവർക്ക് എല്ലാവർക്കും സമുദായ ആചാര്യന്മാരല്ല, നേതാക്കളെ, സംഘടനാ നേതാക്കളെ, ഞാൻ അങ്ങനെ പറയുള്ളൂ. സമുദായ നേതാക്കൾ എന്ന് പോലും പറയാൻ പറ്റില്ല. സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പേടിയാണ്. അവരാണ് ഇതിനെ മൊത്തം ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള വൃഥാ വിചാരം ഇവരെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് സ്റ്റാറ്റിക്സ് തന്ത്രപരമായി പോകാം. സമുദായ സംഘടനകൾ അഭിപ്രായം തുറന്നു പറയാൻ ഒരു കാര്യം കൂടെ, സതീശനാണെങ്കിൽ സീൻ ഒന്നും ഇതായിരിക്കില്ല, ഇതൊന്നും ആയിരിക്കില്ല സീൻ. സതീശൻ എല്ലാം ഓർത്തു വയ്ക്കപ്പെടുമെന്ന രാഷ്ട്രീയത്തിന്റെ ആളാണ്. സീൻ കോൺട്ര. ഏതായാലും സമുദായ നേതാക്കൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് തുറന്നു പറയാത്തിടത്തോളം കാലം അവർക്ക് ആരധികാരത്തിൽ വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.